ഞാൻ ഇന്ന് NSS പ്രസംഗിച്ചോടും പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ ആരെ വേണം തങ്കമ്പിള്ളച്ചാനെ ചീത്ത വിളിക്കാം, ആരെ ചീത്ത വിളിച്ചാലും ഈ കഞ്ചാവ് വിൽക്കുന്നവനെ പോലെയാണ്. 999 ഗ്രാം കഞ്ചാവ് ഉണ്ടെങ്കിൽ അവനെ വൈകിട്ട് 5 മണിക്കുമ്പോൾ വീട്ടിൽ പോകാം. വലിയ വക്കീലെ കറക്റ്റല്ലേ? 1 കിലോ ഉണ്ടെങ്കിലേ അവനെ റിമാൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 950 ഗ്രാമുമായിട്ട് വന്ന് ഇട്ടുകൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ല, ചന്തമോക്കി വെച്ച് വിൽക്കുക, പോലീസ് പിടിക്കും. 5 മണിക്കുമ്പോൾ വക്കീലന്മാർ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് ഇവനും വീട്ടിലെത്താം. ഏതാ അത്രേ ഉള്ളൂ. പോലീസുകാരൻ്റെ ഡ്യൂട്ടി 9 മണിക്ക് തീരും. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരൻ്റെ ഡ്യൂട്ടി 9 മണി 10 മണിയാകും തീരാനായിട്ട്. ചിലപ്പോൾ അന്ന് തീർന്നില്ലെന്നും ഇരിക്കും. പക്ഷേ ഇവൻ 5 മണിക്ക് മുമ്പേ വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ പോലെ എന്ത് തെമ്മാടിത്തരം ആരെപ്പറ്റി എഴുതിയാലും, സ്ത്രീകളെ അധിക്ഷേപിച്ചാലും ആരെ അധിക്ഷേപിച്ചാലും സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോൾ 5 മണിക്ക് മുമ്പേ വീട്ടിൽ പോകാം, ജാമ്യമുണ്ട്. അതുകൊണ്ട് ആരും എന്ത് എഴുതും, അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ആരെന്ത് പറയുന്നു എന്നുള്ളതല്ല, നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ധൈര്യതയോടെ മുന്നോട്ട് പോകണം. പിന്നെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നവരാത്രി ആയിട്ട് പറയുന്ന പരീക്ഷയ്ക്ക് വരുന്ന പിള്ളേരെ പരീക്ഷയ്ക്ക് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ജീവിതത്തിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ദൈവവിശ്വാസമുണ്ടോ അവിടെ? എവിടെയാണ് ഭയം വരുന്നതെന്നറിയാം. ദൈവം എവിടെയാണോ ഇല്ലാത്തത് അവിടെയാണ് ഭയം. ദൈവവിശ്വാസം ഇല്ലാത്തതാണ് ഭയം വരുന്നത് നമ്മുടെ മനസ്സിൽ. എവിടെയാണ് പേടി? ഇരുട്ടിലോട്ട് പോകുമ്പോഴല്ലേ പേടിയുള്ളൂ. ഇവിടെ വല്ല പേടിയുണ്ട്, നല്ല വെളിച്ചമുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു പേടിയില്ല. എന്നാൽ അങ്ങോട്ടൊന്ന് വാങ്ങി അവിടെ വല്ല എഴുതുന്നവരെല്ലാം കാണുന്നൊരു പേടിയുണ്ടാണ്. ഇരുട്ടായതുകൊണ്ടാണ്. അജ്ഞത, ആത്മീയമായ അജ്ഞതയാണ് മനുഷ്യന് ഭയം ഉണ്ടാകുന്നത്.